സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമായ കാരുണ്യമായി നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഈ കൃപയുടെ സമയത്ത് ലോകം മുഴുവനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയം. ഈ ഒരു സമയത്ത് തിന്മയുടെ മേൽ നന്മ വിജയം വരിച്ച സമയമാണ്. കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിൽ അഭയം പ്രാപിക്കുമ്പോൾ, കർത്താവെ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്ന പ്രാർത്ഥനയോടെ കർത്താവിൽ ആശ്രയം വയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്താൽ, ദൈവത്തിൻ്റെ കരുണയാൽ ശുദ്ധീകരിക്കപ്പെടും. അവർ വലിയ ബോധ്യത്തോടെയാണ് ദിവ്യകാരുണ്യനാഥന സന്നിധിയിൽ നമ്മളായിരിക്കുക. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ സർവശക്തനായ ദൈവത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാം. ഇത്രമാത്രം കരുണ ചൊരിഞ്ഞ് നമ്മളെ ഓരോരുത്തരെയും സ്നേഹത്തിലും കരുണയിലും പൊതിഞ്ഞു പിടിക്കുന്ന അവർണ്ണനീയമായ ആ ഒരു സ്നേഹത്തെ ധ്യാനിച്ചുകൊണ്ട്, കർത്താവെ കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ ആ ഓരോ തുള്ളി രക്തത്തുള്ളിയെയും മുറിവേറ്റ അവിടുത്തെ ശരീരത്തെയും കർത്താവെ അതിലൂടെയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് ശക്തമായ കരുണയൊഴുക്കുകയായിരുന്നല്ലോ. അതുകൊണ്ട് പൂർണ്ണമായ അങ്ങയുടെ കരുണയിൽ ആശ്രയം വെച്ചുകൊണ്ട് അങ്ങിൽ ശരണപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ജൂൺ മാസം പൂർണ്ണമായും നമ്മൾ സമർപ്പിക്കുന്നത് ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന മാസമായിട്ടാണ്. ഈശോയുടെ ഹൃദയത്തിൻ്റെ സവിശേഷതയും ഇത്രമാത്രം സ്നേഹത്തോടെ നമ്മളെ നോക്കുന്ന ഈശോയുടെ ഹൃദയത്തിൽ എനിക്കും നിങ്ങൾക്കും സ്ഥാനമുണ്ടെന്നുള്ള വലിയ യഥാർത്ഥ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ഒരു കാലഘട്ടമാണ്. പൂർണ്ണമായും ദൈവത്തിൻ്റെ സ്നേഹം, നമ്മളോടുള്ള അനന്തമായ സ്നേഹം വചനത്തിലുടനീളം നമ്മൾ കാണുന്നുണ്ട്. വളരെ പ്രത്യേകമായി ഈശോ ഉപമകളിലൂടെ ഈ ഒരു വലിയ സ്നേഹം എന്തുമാത്രമുണ്ട് എന്ന് തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞു പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തെങ്കിലും അതിനേക്കാൾ ഉപരിയായി ദൈവരാജ്യത്തിൻ്റെ ആ ഒരു വലിയ മഹനീയത ഉപമകളിലൂടെ ഈശോ വ്യക്തമാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഉപമകളിലൂടെ പിതാവായ ദൈവത്തിന് എന്തുമാത്രം സ്നേഹമാണ്, എന്തുമാത്രം കരുതലാണ് ആ മനുഷ്യവംശത്തോടുള്ളത് എന്ന് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. കാരണം പഴയ നിയമത്തിൽ പിതാവായ ദൈവത്തിൻ്റെ ആ ഒരു വലിയ സ്നേഹവും കരുണയും കരുതലുമൊക്കെ അവർ നേരിട്ട് അനുഭവിച്ചവരാണ്. പക്ഷേ മാനുഷികമായ ബലഹീനതകൾ വീണ്ടും ദൈവത്തോട് അവിശ്വസ്തതയിൽ അവർ ജീവിച്ചപ്പോൾ ഒത്തിരിയേറെ കഷ്ടതകളും വേദനകളും കടന്നു വന്നു. അപ്പോൾ അവിടെയൊക്കെ ഒരു ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹം മനസ്സിലാക്കാൻ മടിക്കുകയും വിസമ്മതിക്കുകയും വിസ്മരിക്കുകയൊക്കെ ചെയ്തു. വീണ്ടും ഈശോ ഉപമകളിലൂടെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് പറഞ്ഞു തരികയാണ്. ലൂക്കായുടെ സുവിശേഷം നമ്മൾ കാണുക. ലൂക്കായുടെ സുവിശേഷം അറിയപ്പെടുന്ന കരുണയുടെ സുവിശേഷം എന്നാണ്.
പ്രധാനമായിട്ടും 15-ാമത്തെ അധ്യായം, ലൂക്കാസ് സുവിശേഷകൻ്റെ 15-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ ആ ഒരു വലിയ കരുണയുടെ ഒരു അധ്യായമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്തുമാത്രം സ്നേഹമാണ്, എന്തുമാത്രം കരുതലാണ് ഈശോയ്ക്കും നമ്മോട് ഓരോരുത്തരോടും ഉള്ളത് എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഈശോയ്ക്ക് നമ്മളോടുള്ള സ്നേഹത്തെക്കുറിച്ചാണ്. ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ തുടക്കത്തിൽ തന്നെ സുവിശേഷം പറഞ്ഞു വയ്ക്കുന്നത്, ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ വാക്കുകൾ കേൾക്കുവാൻ അടുത്ത് വന്നുകൊണ്ടിരുന്നു. ചുങ്കക്കാരും പാപികളും, കാരണം സമൂഹം അവരെ ഒറ്റപ്പെടുത്തിയതാണ്, അതുപോലെ തന്നെ സമൂഹം അവരെ മാറ്റി നിർത്തിയതാണ്. കാരണം അവരെ ആർക്കും ഇഷ്ടമല്ല, കാരണം അവർ സമൂഹത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവരായിട്ടാണ് അവരെ കണ്ടത്, ദൈവവചനത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവരായിട്ടാണ് അവരെ കണ്ടത്. അല്ലെങ്കിൽ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പാപം ചെയ്ത് സമൂഹത്തിലേക്ക് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരാണ് എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടെ അവരെ മാറ്റി നിർത്തിയതാണ്. പക്ഷേ ഈശോയുടെ സുവിശേഷം കടന്നു വരുന്നത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. പാപികളെയും ചുങ്കക്കാരെയും ബലഹീനരായിട്ടുള്ള എല്ലാവരെയും ഒരുപോലെ ചേർത്ത് നിർത്തുന്ന ആ സുവിശേഷം, അത് കേൾക്കുവാനായിട്ട് എല്ലാവരും വരിക. അപ്പോൾ അവിടെ ഈശോ കാണാതെ പോയ ആടിൻ്റെ ഉപമ പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ ആദ്യം തന്നെ പറയുന്നത് കാണാതെ പോയ ആടിൻ്റെ ഉപമയാണ്. ഈ ഒരു ഉപമയുടെ ഒരു പ്രത്യേകത, 100 ആടുള്ള ഒരു ആട്ടിടയൻ, 100 ആടുള്ള ഒരു ആട്ടിടയൻ അവൻ ആടുകളെ മേയ്ക്കുവാനായിട്ട് പോകുന്നു. പക്ഷെ അതിൽ ഒന്നിനെ നഷ്ടപ്പെട്ടു പോവുകയാണ്. മലഞ്ചെരുവിൽ നഷ്ടപ്പെട്ടു പോകുന്ന ആടുകൾ അതിലിപ്പോൾ 99 എണ്ണം തിരിച്ചു വരികയും ഒന്നിനെ കാണാതെ പോവുകയും ചെയ്യും. നമ്മുടെ സാധാരണയുള്ള ഒരു കണക്ക് കൂട്ടലാണെങ്കിൽ നമ്മൾ സാധാരണ പറയാറുള്ള കാര്യം, 99 എണ്ണം ഉണ്ടല്ലോ, ഒന്നല്ലേ പോയുള്ളൂ, അത് സാരമില്ല. പക്ഷെ ആ ഒന്നിനെ പോലും നഷ്ടപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കാത്ത ദൈവത്തിൻ്റെ മനസ്സാണ് അവിടെ കാണുക. ഏത് സാഹചര്യത്തിലാണ് വഴിതെറ്റിപ്പോയത്, കൂട്ടം തെറ്റിപ്പോയത് എന്ന് ആ ഇടയന് അറിയേണ്ട കാര്യമില്ല. പക്ഷേ ആ നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചെടുക്കിട്ടുവാനായിട്ട് പരിശ്രമിക്കുന്ന ആ ഒരു നല്ല ഇടയൻ്റെ ചിത്രമാണ് ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 15-ാമത്തെ അധ്യായത്തിൽ തുടക്കത്തിൽ നമ്മൾ കാണുക. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, മനുഷ്യൻ്റെ കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറത്താണ് ദൈവത്തിൻ്റെ സ്നേഹം. ദൈവം കാണിച്ചു തരുന്ന ആ ഒരു വലിയ സ്നേഹവും കരുണയും എന്നത് നമ്മൾ അർഹിക്കുന്നില്ലെങ്കിലും അർഹിക്കുന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം തരുന്നതാണ് ദൈവത്തിൻ്റെ കരുണ. പ്രിയപ്പെട്ടവരെ, അപ്രകാരം നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ സ്വന്തമാക്കി മാറ്റിയെടുക്കുവാനായിട്ട് ദൈവം പരിശ്രമിക്കുമ്പോൾ ആ കരുണയുടെ ആ ഒരു വലിയ മുഖം നമ്മൾ ദർശിക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. അത് തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ കർത്താവിൻ്റെ ആ ഒരു സ്നേഹത്തിൽ എന്നും ജീവിക്കാൻ, കർത്താവെ നിന്നെ പിരിയാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, കർത്താവെ നിന്നിൽ നിന്ന് മാറി എനിക്കൊരു ജീവിതമില്ല, നിന്നിൽ നിന്ന് വിട്ടകന്ന് എനിക്കൊരു ജീവിതമില്ല എന്ന് പറയുവാനായിട്ട് ഓരോ ക്രിസ്തു ശിഷ്യനും സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു സുവിശേഷ ഭാഗം നമ്മൾ ധ്യാനിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഈ ഉപമയുടെ അവസാനം ഈശോ പറഞ്ഞു വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈശോ അരുളി ചെയ്യുന്ന കാര്യമാണ്. അനുതപിക്കുവാനും കർത്താവിൻ്റെ ആ ഒരു സ്നേഹത്തിലും കരുണയിലും ആശ്രയം വയ്ക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ ആ തിരിച്ചുവരവിനെ പ്രതി സ്വർഗം സന്തോഷിക്കുമെന്നുള്ള വലിയ കാര്യം ഈശോ പഠിപ്പിക്കുന്നു. അത്രമാത്രം സ്നേഹവും കരുണയും നമ്മളോട് കാണിക്കുന്ന ആ ഒരു തിരുഹൃദയത്തിൻ്റെ ആ ഒരു സ്നേഹത്തെക്കുറിച്ചാണ് നമ്മൾ ഈ മാസം മുഴുവൻ ധ്യാനിക്കുക. പലപ്പോഴും തിരുഹൃദയ മാസത്തിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒന്നായിട്ട് മാറാതെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ ധ്യാനിക്കുവാനും മനസ്സിലാക്കുവാനും ആശ്രയിക്കുവാനും നമുക്കുള്ളത് ഈ ഒരു വലിയ സ്നേഹമാണ്. അതുകൊണ്ടാണ് വചനം നമ്മളെ കൂടെ കൂടെ ഓർമ്മിപ്പിക്കുന്ന കാര്യം, മനുഷ്യനിൽ ആശ്രയം വയ്ക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നതാണ്. കരുണയുടെ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യമാണ്, ഈശോയെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു.
കാരണം ഇത്രമാത്രം സ്നേഹം നൽകുവാൻ, ഇത്രമാത്രം അഭയം നൽകുവാൻ, ഇത്രമാത്രം കരുതലോടെ നമ്മളെ ചേർത്ത് പിടിക്കുവാൻ, നമ്മുടെ കുറവുകളും ബലഹീനതകളും ഒക്കെ മനസ്സിലാക്കിയിട്ടും അതിനേക്കാൾ ഉപരിയായി നമ്മളെ സ്നേഹിക്കുവാൻ സാധിക്കുന്നത് ഈശോയ്ക്ക് മാത്രമാണ്. നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളിലൂടെയൊക്കെ ഒന്ന് കടന്നു പോയി കഴിഞ്ഞാൽ, വ്യക്തിബന്ധങ്ങളിലൂടെയും കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ കുറവുകളൊക്കെ കാണുമ്പോൾ അത് മറ്റുള്ളവർക്ക് നമ്മളെ താഴ്ത്തി കെട്ടുവാനും ഉപേക്ഷിക്കുവാനും അല്ലെങ്കിൽ നമ്മളെ തിരസ്കരിക്കുവാനും ഒക്കെ ആയിട്ടുള്ളൊരു അവസരമായിട്ട് പലപ്പോഴും മാറാറുണ്ട്. നമ്മുടെ കുറവുകൾ കണ്ടിട്ട് സാധാരണ സ്നേഹബന്ധത്തിലായിരിക്കുന്ന ഒത്തിരി ആളുകളുടെ ഒരു വലിയ പ്രശ്നമാണ്. അവർ സ്നേഹിക്കുമ്പോൾ അവർ നല്ല വശങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ തുടങ്ങുമ്പോൾ അവരുടെ പരസ്പരമുള്ള വ്യത്യസ്തതകൾ മനസ്സിലാക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി കുറവുകളുണ്ടെന്ന് മനസ്സിലാക്കുകയും പിന്നീട് ആ കുറവുകളെ മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാനും സാധിക്കാതെ പോകാറുണ്ട്. അവിടെയൊക്കെ വചനത്തിലെ ഈശോ നമുക്ക് കാണിച്ചു തരുന്ന ഏറ്റവും വലിയ കാര്യം, എനിക്ക് നിനക്കും എൻ്റെ ഹൃദയത്തിൽ സ്ഥാനമുണ്ട്. ആരൊക്കെ ഉപേക്ഷിച്ചാൽ, പെറ്റമ്മ മറന്നാൽ പോലും ഞാൻ നിന്നെ മറക്കത്തില്ല. അത്രമാത്രം സ്നേഹത്തോടെ എനിക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും കാത്തിരിക്കുന്ന നല്ല ദൈവമാണ് ഈ അൾത്താരയിൽ നമ്മുടെ കൂടെ ദിവ്യകാരുണ്യമായി എഴുന്നള്ളിയിരിക്കുന്നത്. പൂർണ്ണമായും നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുക. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുന്ന സമയം നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ലോകം മുഴുവനെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കും. താവേ, പാപത്തിൻ്റെ അവസ്ഥയിൽ തുടരുന്നവരെയും പാപാവസ്ഥയിൽ കഠിന പാപത്തിലായിരിക്കുന്നവരെയും മാനസാന്തരമില്ലാതെ അനുദപിക്കാതെ കർത്താവെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാവരെയും കർത്താവ് നിൻ്റെ കരുണയുടെ കീഴിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. താവേ, കഠിന ഹൃദയരെ മാംസല ഹൃദയം നൽകി അനുഗ്രഹിക്കുന്നവനായ കർത്താവെ, അവരുടെ ജീവിതങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കും. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, ആത്മീയ ജീവിതത്തിൽ വന്നു പോകുന്ന വീഴ്ചകൾ, താവേ അതിനെയൊക്കെ ശക്തിയോടെ ധീരതയോടെ നേരിടുവാനുള്ള ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഓൺലൈനിലൂടെ കർത്താവെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത കർത്താവ് നിന്നെ ആരാധിക്കുന്ന മക്കൾ, നിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്നവരുടെ നിയോഗങ്ങൾ പ്രത്യേകം സമർപ്പിക്കുന്നു. സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ ആശീർവാദത്തിനായിട്ട് ഞങ്ങൾ മുട്ടിന്മേലായിരിക്കുമ്പോൾ കർത്താവ് ഞങ്ങളങ്ങിൽ ആശ്രയം വയ്ക്കുന്നു, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അതാണ്. കാരണം അങ്ങിൽ മാത്രമാണ് യഥാർത്ഥ അഭയം. ആ ഒരു വലിയ ബോധ്യത്തോടെ കർത്താവെ ഞാനങ്ങിൽ ആശ്രയം വയ്ക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവെ നിൻ്റെ ആശീർവാദത്തിനായി ഞങ്ങളിതാ നിൻ്റെ മുമ്പിലായിരിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് കർത്താവ് ഞാനങ്ങ് ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യ